Father's Day, Acha. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ കാലത്തിന് ശേഷമായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗിന് ഞാൻ മുടി വെട്ടി ഗൈസ്. ഇങ്ങോട്ട് ഷോർട്സിലൂടെ കണ്ടിട്ടുണ്ടാവും. ആദ്യമായിട്ട് ഞാൻ എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഇഷ്ടമായി എന്ന് പറഞ്ഞവരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഭംഗിക്ക് വേണ്ടി വെട്ടിയതല്ല. എൻ്റെ മുടി 1 year ബാക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുടി എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സാധനമില്ല, ഇങ്ങനെ പൂ പോലെ നിൽക്കുന്ന മുടിയാണ്. പക്ഷെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ചപ്പിയ പോലത്തെ മുടിയിരുന്നു. അപ്പോൾ ഇത് രണ്ടും കെട്ടൊരു കോലായി. അപ്പോൾ ഞാൻ വിചാരിച്ച് വെട്ടി കളയാണ്. അങ്ങനെ വെട്ടി കളഞ്ഞതാണ്. ഞാൻ കുറച്ചൊക്കെ ഇനിയും വെട്ടാണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ചും കൂടി വലുതായിട്ട് വെട്ടി കളയുന്നതായിരിക്കും. അപ്പോൾ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങി ആദ്യം തൊട്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്. രജിത രാജി നല്ല ചേച്ചിയൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞു മുന്നത്തെ മുടിയിരുന്നു ഭംഗി എന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയണേ. പിന്നെ ഇന്ന് പറയുന്നത് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, സോറി ഗൈസ്, അമ്മ വിളിച്ചു. അപ്പോൾ ഇന്ന് ജൂൺ 15 ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ എന്തെങ്കിലും സർപ്രൈസായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അച്ഛൻ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണ്. ചിത്രം വരയ്ക്കും, പെയിൻറ്റിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ മ്യൂറൽ ആർട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് പഠിച്ചിരുന്നു. അതിലിങ്ങനെ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്ക് 2-3 ഡയറിയൊക്കെ ഫുള്ള് ഈ വരഞ്ഞിരുന്നു. ഞാൻ അന്നോട്ടേ വിചാരിക്കുന്നതാണ് അച്ഛൻ എന്തെങ്കിലും ഇങ്ങനെ പെയിൻറ്റിങ് റിലേറ്റഡ് ആയിട്ട് പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ വാട്ടർ കളറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന്. പക്ഷെ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പൈസ ഇല്ല. എനിക്കറിയാലോ, എനിക്ക് ജോലിയൊന്നും സ്ഥിരമായിട്ടുള്ള ജോലിയൊന്നും ആയിട്ടില്ല. സോ ഞാനൊരു എന്താ പറയുക, മീഷോയിൽ നിന്ന് ഇങ്ങനെ ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു 1 ലക്ഷം രൂപയുടെ. ഒരു 1 ലക്ഷം രൂപയൊന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ ഏട്ടന്മാരൊക്കെ എനിക്ക് പൈസ കഴിച്ചിരുമ്പോൾ ഞാൻ കുറച്ചൊക്കെ പൈസ ഇതിലിങ്ങനെ തുണിയിലിടാറുണ്ട്. ഓൾറെഡി പൊട്ടിച്ചതാട്ടെ ഗൈസ്. അപ്പോൾ ഇതിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വെച്ചിട്ടുണ്ട്. ഒക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം. 1500 അടുത്തത്രേ ഉള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവിടെ എന്താണുള്ളത് അത് വാങ്ങിയിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോഴേക്കും നമുക്ക് സെറ്റാക്കി വയ്ക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ കയ്യിൽ എത്ര പൈസയേ ഉള്ളൂ. ഇതിനെന്താണ് കിട്ടുന്നത് അത് നമുക്ക് വാങ്ങാം ഗൈസ്. ഇതിട്ടിട്ട് കയറാൻ പറ്റുമോ? കോട്ട് ഊരേണ്ടി വരുമോ? ഞങ്ങൾ ഉദ്ദേശിച്ചൊരു സംഭവം അവിടെ ഇല്ല.
അപ്പൊ ഞങ്ങള് പെൻസിൽ സിറ്റി പോവുകയാണ്. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആ സംഭവം നമ്മൾ നോക്കി വെച്ച സംഭവം എടുത്തിട്ട് പോകാൻ വിചാരിച്ചത്. ഇത് മതിയുടെ ഉണ്ണി, ഇത് എടുത്തോ. പിന്നെ നമുക്ക് മെസ്സിയുടെ കീ ചെയിൻ ആണോ? ആയോ അവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടന്റെ സ്കൂട്ടിയുടെ ചാവിയമേ അന്നതാ. ഞാനും വിചാരിച്ചു നല്ല രസമുണ്ട് കാണാ. അടുത്തോ. അങ്ങനെ ഗൈസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ല സിറോ? നമ്മളെ ആളെ തന്നെയാട്ടി കടയിലുള്ളത്. ഞാനൊരു മാസല്ലേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട് എന്നൊക്കെ. യെസ്. മറച്ചു കൊടുത്താ മതി. കൂടുതൽ ഇഷ്ടമല്ല. കുട്ടാറ്റന്റെ ഇന്നെ കൂട്ടിട്ടത്. ഇങ്ങനെ പിടിക്കും. ഇത് ലൂസാക്കരുതിട്ടാ. ഇല്ല ഇത് പൊട്ടിക്കരുതിട്ടാ. പിടിച്ചു അല്ല ഓന് നല്ലൊരു ഭാവി ഉണ്ടായില്. നല്ല ഭംഗി. നല്ല ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിരിക്കുന്നു ഗൈസ്. ഇനി ഒരു ചെറിയൊരു കേക്കും കൂടി വാങ്ങിയിട്ട് നിങ്ങൾ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ജൂൺ 15. കേക്ക് കട്ട് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് എടുക്കാൻ നോക്കി. അങ്ങനെ അതെ അങ്ങനെ ഉണ്ടായി. സർപ്രൈസ് ആയിരുന്നു ശരിക്കും. ഏട്ടനെ അറിയണ്ടായിരുന്നു കേട്ടാ. അമ്മയ്ക്ക് ചെറുതായിട്ട് അറിയണ്ടായിരുന്നു. അച്ഛനെ അറിയണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊതപ്പാ? പൊതപ്പല്ല.
പിന്നെ ഇഷ്ടായ പേന? ഇത് വാട്ടർ കളറ്. ഇത് മറ്റേ ക്യാമലിന്റെ ആക്രിലിക് കളറ്. എനിക്കറിയില്ല അതിനെ പറ്റിട്ട്, പക്ഷെ ഇക്കാടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാ. ഇഷ്ടായി ശരിക്കും. സത്യം എന്താ വെച്ചാ സത്യമായിട്ട് സത്യം. എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ? അത് മതി. അച്ഛൻ അങ്ങനെ വരച്ചിട്ട് ഞാൻ കാണും. ക്യാൻവാസ് നമുക്ക് അടുത്ത സെറ്റപ്പിന് പോയില്ല. ഇതൊക്കെ ഒന്ന് നോക്കിയേ, കളറൊക്കെ ഒന്ന് എടുത്ത് നോക്കിയേ. അയ്യോ, കളറൊക്കെ എന്ന് തുറന്നു നോക്കിയാൽ എന്താന്നൊക്കെ. അത് കീറ. അങ്ങനെ വെച്ചാൽ തുറക്ക്. അക്രൈലിക് മറ്റേ HD എന്തോ 14 ഷെയ്ഡ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്യൂബാണ്. ക്യാൻവാസ് വരയ്ക്കാൻ പറ്റണ തന്നെ. ക്യാൻവാസ് വലുതില്ല അവിടെ, നമുക്ക് ഇവിടുന്ന് മുന്നേ വാങ്ങിക്കാം, നാളത്തൊന്നും എടുക്കാം. അതുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ മറ്റേ ചോക്ക് പെയിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്താ? അതെന്താ സംഭവം? വൈറ്റ് ഇതാ വൈറ്റ്. ഇതാ വൈറ്റ് ഉണ്ട്. നമുക്ക് ഇന്ന് ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ഒക്കെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ഡേ ആയിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു രസമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. അത്രേ ഉള്ളൂ. ബൈ ബൈ, see you. അങ്ങനെ ഗൈസ്, നമ്മളുടെ ഫാദേഴ്സ് ഡേ കഴിഞ്ഞിട്ടില്ലേ? എന്നും നമുക്ക് ഫാദേഴ്സ് ഡേ ഉണ്ടല്ലേ. ഞാൻ കൊടുത്ത സംഭവങ്ങളൊക്കെ അച്ഛന് ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ അത്ര റിയാക്ഷൻ ഒന്നും അച്ഛൻ്റെ മുഖത്ത് വന്നില്ല. അച്ഛൻ പറയണത് ഇത് മാറ്റിക്കാന്നൊക്കെയാണ് പറയണത്. ഇഷ്ടമായി ശരിക്കും, കുഴപ്പമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഫാദേഴ്സ് ഡേ ആശംസകൾ. ഇന്ന് നെയ്ച്ചോറാ? നെയ്ച്ചോർ നമുക്കിന്ന് ഗൈസ്, ഇന്ന് നെയ്ച്ചോറുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ഏട്ടനാ. അപ്പോ ചമ്മന്തി ഒന്നും ഉണ്ടാക്കരുതല്ലോ ഇവിടെ. ഇതെന്ന് തുടങ്ങിയുള്ള ശീല ചമ്മന്തി ഒക്കെ. പാർഷ്യാലിറ്റി ഗൈസ്. എനിക്ക് ചോറില്ല, ഏട്ടന് ചോറുണ്ട്. അത് എവിടുത്തെ ന്യായം?